നമസ്കാരം. ഇലക്ഷൻ ചൂടിലാണ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഇലക്ഷൻ, താരസംഘടനയിൽ ഇലക്ഷൻ, ചേംബറിൽ ഇലക്ഷൻ. 2 ദിവസമായിട്ട് നിർമ്മാതാക്കളുടെ സംഘടനയും താരസംഘടന അമ്മയുടെ ഇലക്ഷനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ചേംബറിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധികൾ. എന്നാൽ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സജി നന്ദിയാട്ട്, ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയായ സജി നന്ദിയാട്ട് ഇന്നലെ രാജിവെച്ചതോടുകൂടി സജി നന്ദിയാട്ട് വാർത്താ സമ്മേളനം നടത്തുകയും പല കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സജി നന്ദിയാട്ട് നൽകിയ വിതരണക്കാർക്കാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം. അതിൽ അനിൽ തോമസും സജി നന്ദിയാട്ടാണ്. പക്ഷേ വിതരണക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ പേപ്പറിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ പറയുന്നുണ്ട്, പാർട്ണർ എന്ന രീതിക്കും പ്രൊപ്പറേറ്റർ എന്ന നിലയിലേക്കുമാണ് അതിലൊരു പിശക് സംഭവിച്ചു എന്ന് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇന്നലെയും പറയുന്നുണ്ട്. അത് ഇതിലും വലിയ പിശക് സംഭവിക്കാറുണ്ട്. പാസ്പോർട്ടിൻ്റെ തിരുത്തുന്നുവല്ലോ, അത് തിരുത്തിയാൽ വിഷയം തീരില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സബ് കമ്മിറ്റിയാണ് സുരേഷ് ഷെണായും അനിൽ മാത്യുവും അവർ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പൊരുത്തം കേടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു എന്നാണ് ഞാൻ ഇവരുമായിട്ട് ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ പിന്നീട് സ്കൂട്ടറിംഗ് കമ്മിറ്റിക്ക് വിട്ടു. സ്കൂട്ടറിംഗ് കമ്മിറ്റിയിലെ ഇവരുടെ ലീഗൽ അഡ്വൈസർ സുകുമാരൻ സാറുമായി സംസാരിച്ചപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അടിയന്തര യോഗം വിളിക്കുന്നത്. അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. 27-ാം തീയതിയാണ് ഇലക്ഷൻ. അടിയന്തര കമ്മിറ്റി വിളിച്ചതിൻ്റെ ശരിയാണോ എന്നൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ആ വഴിക്ക് പോകുന്നു. ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്നലെ രാവിലെ തന്നെ മീറ്റിംഗ് വിളിക്കുന്നു. ഇവിടെ മീറ്റിംഗ് വിളിച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. സജി നന്ദിയാട്ട് വളരെ വികാരഭരിതനായി കരഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കരയുകയുണ്ടായി. ഞാൻ ഈ ചേംബറിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, എനിക്കൊരു ഫാഷനാണിത്, എനിക്ക് കോളേജൊക്കെ ഉണ്ട്, എൻ്റെ ഒരു ഫാഷനാണെന്നും പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് എല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ചു എന്നും പറയപ്പെടുന്നു. ഇവിടെ ഉള്ള വിഷയം, ഈ നിലവിലെ ചേംബറിലെ പ്രസിഡന്റ് ജേക്കബും ജനറൽ സെക്രട്ടറി സജി നന്ദിയായിട്ടുമായിട്ടുള്ള ഈഗോ വിഷയങ്ങൾ ഈ സംഘടന ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ, ഈ തവണത്തെ ചേംബർ ഉണ്ടായപ്പോൾ തൊട്ട് ഇവർ തമ്മിലുള്ള ഈഗോ വിഷയങ്ങൾ ഒത്തിരി ഉടലെടുത്തു. ഈഗോയുടെ ഭാഗമാണ് ഇതെല്ലാം എന്നും പറയപ്പെടുന്നു. അവിടെയുള്ള അംഗങ്ങളെ വിളിച്ചപ്പോൾ ഇവരെ ഒരു ഈഗോ ഉണ്ട്. ആ ഈഗോ വിഷയങ്ങൾ അവിടെ വർക്കായിട്ടുണ്ട്. ഞാൻ 5 പൈസ പോലും, ഞാൻ കോട്ടയത്ത് നിന്ന് മീറ്റിങ്ങിന് പോലും ഞാൻ 1 രൂപ പോലും എൻ്റെ ഡീസൽ കാശ് പൈസയായിട്ടോ പെട്രോൾ പൈസയായിട്ടോ എഴുതിയെടുക്കാറ്. ഈ കാര്യങ്ങളെല്ലാം സജി നന്ദിയാട്ട് പറയും. തന്നെ അവസാന നിമിഷം എല്ലാവരും കൈവിടുകയാണ് എന്ന നിലയിലേക്ക് സംസാരിച്ച് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഞാൻ പല ആൾക്കാരുമായിട്ട് ഇന്നലെ പങ്കെടുത്ത പല ആൾക്കാരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ രാജിവെക്കുന്നു. രാജിക്കത്ത് സുരേഷ് കുമാറിന് എഴുതി കൊടുക്കുന്നു. സുരേഷ് ഏട്ടൻ അവിടെ വെച്ച് തന്നെ ആ രാജിക്കത്ത് കീറിക്കളയുന്നു. സജി അത് അങ്ങനെ ചെയ്യരുത്, ഇലക്ഷൻ വരാൻ പോയാണ്, ഒരിക്കലും രാജിവെക്കരുത് സജി നന്ദിയാട്ടനോട് പറഞ്ഞത് സുരേഷ് കുമാർ കീറിക്കളഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. സുരേഷ് കുമാർ കീറിക്കളഞ്ഞു എന്ന് സജി നന്ദിയാട്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് സജി നന്ദിയാട്ടും അത് വേറെ രീതിയിലേക്ക് ആക്കിയെടുത്ത് സമാധാനിപ്പിച്ച് വിട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് സജി നന്ദിയാട്ട് ഉച്ച കഴിഞ്ഞാണ് ഈ വിഷയങ്ങൾ വീണ്ടും മൂർച്ഛിക്കുന്നത്. തന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നൊരു തിരിച്ചറിവ് സജിക്ക് ഉണ്ടാവുന്നു. സജി രാജിവെക്കുക തന്നെയാണ് ചെയ്തത്. രാജി കത്ത് നൽകി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടും. അദ്ദേഹം ഒരാളിലേക്ക് തന്നെയാണ് അനിൽ തോമസിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തു. എന്തായാലും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിൻ്റെ നാമനിർദ്ദേശ പത്രിക അസാധുവാക്കാൻ ചരട് വലിച്ചത് നിർമ്മാതാവ് അനിൽ തോമസ് ആണ്. രാജിവെച്ച ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അനിൽ തോമസിലേക്ക് തന്നെയാണ് ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജാവ് നഗ്നാണെന്ന് വിളിച്ച് പറയുന്നുള്ളത് തൻ്റെ ഇടം ഞാൻ കാണിക്കും. അതുകൊണ്ട് തന്നെ നല്ല വിരോധികളുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു വ്യക്തിയുണ്ട്. ഇതുവരെ ആ വ്യക്തി മറനീക്കി പുറത്തു വന്നിട്ടില്ല. ഇയാളാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ. സാന്ദ്ര തോമസിനെ പുറത്താക്കാൻ ചരട് വലിച്ചതും അനിൽ തോമസ് ആണ്. ഒളിച്ചിരിക്കുന്ന വ്യക്തി ഇയാളാണെന്നും ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അനിൽ തോമസിലേക്ക് തന്നെയാണ് ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അനിൽ തോമസും ഇദ്ദേഹമായിട്ട്. അനിൽ തോമസാണ് ഇവിടെ മത്സരിക്കുന്നത്, ഇവിടെ ചേംബറിൽ മത്സരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അനിൽ തോമസാണ്. ഈ തവണ അനിൽ തോമസും സജി നന്ദിയാട്ടുമാണ് മത്സരത്തിലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അനിൽ തോമസിലേക്ക് ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. സാന്ദ്ര തോമസിനെ പുറത്താക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അന്നൊരു ഡയലോഗ് പറഞ്ഞു, എല്ലാ പാമ്പും ചേരയല്ല. സാന്ദ്ര തോമസിനെ പുറത്താക്കുമ്പോൾ അവരുടെ വഴിക്ക് നീങ്ങും, വലിയ പ്രശ്നങ്ങളായി മാറും, വലിയ വിഴുപ്പലക്കൾ മാറും. സാന്ദ്ര തോമസ് കേസുമായി മുന്നോട്ട് പോകും. രണ്ടും 2 ദിക്കിലേക്ക് പോയി. താനൊന്ന് പറഞ്ഞതാണ്, അങ്ങനെ പുറത്താക്കരുത്, വിഷയത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു എന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത്. അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും
ആവശ്യമില്ലായിരുന്നു. അതിലേറ്റവും നിരപരാധിയായ ആളാണ് ആൻഡോ ജോസഫ്. അദ്ദേഹം പോലും പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി, മോശമായി പ്രതിച്ഛായയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നുവെന്നും ഇപ്പോൾ അത് സജി നന്ദിയാട്ട് പറയുന്നു. സജി നന്ദി അക്കമിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് കുമാറിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുരേഷ് കുമാർ വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഭീകരനായി എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ സുരേഷ് കുമാറാണ്. സജിചേട്ടൻ ഒരു അമ്പലം പഴുതു വെച്ചോ എന്നാണ് സാന്ദ്ര എന്നോട് അന്ന് പറഞ്ഞത്. അത്രമാത്രം സുരേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് സാന്ദ്ര പറഞ്ഞതെന്ന് കൂടെ പറയുന്നു. ഇതെല്ലാം ഇദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറയുകയാണ്. എൻ്റെ കയ്യിൽ പല ബോംബുകളും ഇരിപ്പുണ്ട്. എൻ്റെ സംഘടനയെ അധികം മോശമാക്കാതിരിക്കാനാണ് അത് പുറത്തുവിടാത്തത്. ഓരോ വ്യക്തികളുടെയും കുറിച്ച് പറയാത്തത് അവർക്ക് കുടുംബമുള്ളത് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞൊരു കുടുംബത്തെ തകർക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ പറയാൻ അറിയാത്തത് കൊണ്ടല്ല. കയ്യിൽ കാര്യങ്ങളില്ലാന്നിട്ടുമല്ല. സാന്ദ്ര തോമസിൻ്റെ കയ്യിലും പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. ആവേശത്തിൽ എടുത്തു ചാടാം. മനുഷ്യത്വപരമായി സമീപനം സ്വീകരിക്കണം. ചേംബറിൻ്റെ കെട്ടിട നിർമ്മാണവുമായി 1.5 കോടി രൂപ ചെലവായി. അതിൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അന്ന് തുടങ്ങിയതാണ് തന്നോടുള്ള വൈരാഗ്യം. ഇതാണ് സജി നന്ദിയാട്ട് പറയുന്നത്. വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെയൊക്കെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടപ്പെടുന്നത്, എന്തിനാണ് ഇത്ര സിനിമാ സംഘടനയിൽ ഇത്രയൊക്കെ പ്രശ്നം? അധികാര വടംവലി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സജി നന്ദിയുടെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലാത്ത അമ്മ ഇനി ഒന്നിനുമില്ല എന്ന രീതിക്ക് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, അധികാരമോഹികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിഷയങ്ങളെല്ലാം. എന്തായാലും സജി നന്ദിയാട്ട് പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും സജി നന്ദിയാട്ടിന് മത്സരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജി നന്ദിയാട്ട് പറയുന്നത് താൻ മത്സരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ സ്ക്രൂട്ടനിങ് കമ്മിറ്റി ഈ പത്രിക തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ, പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പത്രിക തള്ളേണ്ട ദിവസമാണ്, പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം നിയമപരമായി മുന്നേറും, നിയമപരമായി പോരാട്ടം നടത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലിപ്പോൾ സാധാരണ ഈ ചേംബറിൻ്റെ ഒരു രീതി അനുസരിച്ച് ഒരു ടൈം പ്രശ്ന സ്ഥാനം ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഒരു ടൈമിൽ നിർമ്മാതാക്കൾക്കാവും, ഒരു സമയം വിതരണക്കാർക്ക് പോകും, ഒരു സമയത്ത് തിയേറ്റർ റൂമുകൾ, ഇങ്ങനെയാണ് പോകുന്നത്. ഇത്തവണ അത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനാണ്. ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന് വേണ്ടിയാണ് ഈ സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സജി നന്ദിയാട്ടും അനിൽ തോമസും മത്സരത്തിന് വന്നത്. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ, അവിടെ മത്സരം വരുന്നുണ്ട്. സെക്രട്ടറി ആയിട്ട് വരുന്നത് സോണിയാണ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഫിയോക്കിൽ നിന്നുള്ള സോണിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് പ്രൊഡ്യൂസറിൽ നിന്നും അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളിൽ നിന്നും വരുന്നത്. തിയേറ്റർ ഉടമകളുടെ ഭാഗത്തു നിന്ന് EVM രഞ്ജിത്താണെന്ന് പറഞ്ഞു. പക്ഷേ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ആരാന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ട്രഷർ സ്ഥാനം വരുന്നത് വിതരണക്കാർക്ക് തന്നെയാണ് വരുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഈ പറഞ്ഞ പോലെ 2 പേർക്ക് നീക്കിവെക്കും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തിയേറ്ററുകാർക്കും വിതരണക്കാർക്കുമാണെന്ന് തോന്നുന്നു. വിതരണക്കാർക്കല്ല, തിയേറ്ററുകാർക്കും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കൾക്കുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയും 2 സ്ഥാനം നീക്കിവെക്കുന്നത്. ഈ രീതിക്കാണ് ഇലക്ഷൻ വരുന്നത്. എന്തായാലും ഇലക്ഷൻ്റെ ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ ചൂടിലാണ്. സജി നന്ദിയാട്ടിൻ്റെ രാജി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സജി നന്ദിയാട്ട് പറയുന്നത് തനിക്ക് പറ്റിയ ഒരു തെറ്റാണെന്നല്ല, അത് പാർട്ട്ണർ എന്ന് എഴുതിയതും അതോടൊപ്പം തന്നെ പ്രൊപ്പറേറ്റർ എന്ന് എഴുതിയാലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് തിരുത്താവുന്ന കാര്യമേ ഉള്ളൂ. അദ്ദേഹം അതിനു വേണ്ടിയുള്ളൊരു പേപ്പറും തയ്യാറാക്കി അവിടെ നൽകിയായിരുന്നു. പക്ഷേ അതെല്ലാം മുഖവിലയ്ക്ക് എടുക്കാതെയാണ് ഒരു പരാതിയുമായി ഒരാൾ പോയാൽ അത് പരിശോധന പരാതിയുമായി മനോജ് പോവുകയും മനോജ് ആ കാര്യങ്ങൾ പരാതിപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിഷയങ്ങൾ സംഭവിച്ചിരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ചേംബറിൻ്റെ ഇലക്ഷനിലേക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 14-ാം തീയതി നിർമ്മാതാക്കളുടെ സംഘടന ഇലക്ഷനാണ്. അവിടെയും വലിയ മത്സരം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഉറ്റുനോക്കുന്ന മറ്റൊരു മത്സരമാണ് താരസംഘടനയിൽ മത്സരം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോഴും പറയുന്നു, മെമ്മറി കാർഡ് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. മെമ്മറി കാർഡ് വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.